മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല, എങ്കിലും സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഗബ്രിയേൽ മാലാഖ സ്നാപയോഹന്നാന്റെ പിതാവായ സക്രിയായോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ ശിശു വലിയവനായിരിക്കും. അങ്ങനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വലിയവനായ സ്നാപയോഹന്നാനേക്കാൾ വലിയവനായിട്ട് സ്വർഗരാജ്യത്തിൽ നാം പ്രവേശിക്കുവാനായിട്ട് മത്തായിയുടെ സുവിശേഷം 5:19 ക്രിസ്തു ഒരു വഴി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. അങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് നാം പാലിക്കേണ്ട കൽപ്പനകൾ ഏതൊക്കെയാണെന്ന് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലൂടെ ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 1. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക. 2. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിയമത്തിൻ്റെ പൂർത്തീകരണമായ ഈ 2 കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ ഈ ലോകത്തിൽ സ്നാപയോഹന്നാനെ പോലെ നമ്മളും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായിട്ട് മാറും. അങ്ങനെ നാം മാറണമെങ്കിൽ ശാരീരികവും മാനസികവുമായ പ്രലോഭനങ്ങളോട് നാം യുദ്ധം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ യുദ്ധം ജയിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി നാം സംഭരിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയുമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, ആഗമനകാലത്തിലെ 12-ാം ദിനത്തിൽ നമുക്ക് ഇപ്രകാരം ദൈവത്തിനോട് പ്രാർത്ഥിക്കാം: എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിച്ച് ക്രിസ്തുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനും അങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.